പിള്ളേർക്കെങ്കിലും കിട്ടണ്ടേ? ഇവർക്കും ഒരു അല്ല, നാളെ ആകുമ്പോ ചത്തുപോകുമല്ലോ പട്ടിണി കിടന്ന്. അപ്പൊ അവര് നാളെ ഇതെല്ലാം കൊണ്ടുവരും. പിള്ളേർക്കെങ്കിലും കിട്ടണ്ടേ? ഇവർക്കും ഒരു മനസാക്ഷി ഇല്ലേ? ഇല്ലേ? ഇന്നലെ വൈകിട്ട് വന്നാൽ ഞങ്ങളിവിടെ എന്നിട്ട് പിള്ളേർ കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ കുറച്ച് ശകലം ചോറ് കൊടുത്തു പിള്ളേർക്ക്. പിന്നെ രാത്രി അവർക്ക് വിശന്നിട്ട് ഇവന്റെ സ്കൂളിലെ സാറിനെ വിളിച്ചിട്ട് സാറ് രാത്രി കൊണ്ട് ബ്രെഡും പഴവും എല്ലാം കൂടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിള്ളേർ കഴിച്ചിട്ട് തീർക്കിടുന്നത്. ഇല്ല, ഇപ്പൊ രാവിലെ ഒന്നും കൊണ്ടുവന്ന് റവ കൊണ്ടുവന്നല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങളിപ്പോ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പിള്ളേർക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തു. ഇപ്പോഴും ചോറ് മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു. കയ്യിൽ നിന്ന് കാശ്. വെറും 4 ദിവസത്തിനുള്ളിൽ 26 പേരുടെ അതിദാരുണമായ മരണം. 3 കൂടുതലോ ആളുകളെ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ വീട് ഒലിച്ചു പോകുന്നു, സ്ഥലം ഒലിച്ചു പോകുന്നു, കൃഷി ഒലിച്ചു പോകുന്നു, അവരുടെ വാഹനങ്ങള്, വീട്ടുപകരണങ്ങൾ ഒലിച്ചു പോകുന്നു. ഇത്രയും ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും വെടി പൊട്ടിച്ചിട്ട് അറിയാത്തവനെ പോലെയാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. ഈ സമയത്തൊക്കെ കേരളത്തിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ആരാണ് ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് ഇവര് പോലും പറയുന്നില്ല. അങ്ങനെ കണ്ണും പൂട്ടി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ വന്നിട്ട് കേരളത്തിൽ പബ്ലിക്കായിട്ട് ചെയ്തിട്ട് പോയോലെ ചെയ്തിട്ട് പോകുന്നവർക്കറിയാം. മനസ്സിലാക്കണം, വന്ന് കേരളത്തിലെ മന്ത്രിമാര് പിള്ളേരെക്കാളും നഴ്സറി പിള്ളേരെക്കാളും കഷ്ടമായി തുടങ്ങി. പിള്ളേര് കളിതമാശയൊക്കെ പറയും പോലെ തൊള്ള തുറന്ന് നാക്കെടുത്ത് വെളിയിലേക്കിട്ട ഛർദ്ദിക്കുന്നത് പച്ചക്കള്ളമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് കേരളത്തിലെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിലും ഇല്ല. മനസ്സിലാക്കുക, ഈ പറയണ മുഖ്യമന്ത്രിയെ എന്തെങ്കിലും അപായപ്പെടുത്താൻ വന്നവരാണെങ്കിലോ ഇത് അന്നേരം ഏതെങ്കിലും റിപ്പോർട്ടിൽ ഇതുണ്ടാവുമോ? പിന്നെ ആകെ ഉള്ള റിപ്പോർട്ട് എന്താന്ന് വെച്ചാ ആശുപത്രിയിൽ അമ്മായിപ്പനെ കണ്ടിട്ട് സ്വന്തം വസതി പോയി പള്ളിയോർക്കവും വിശ്രമമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ വിശ്രമിച്ച സമയമാണ് ഇവര് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന സമയം. മനസ്സിലാക്കണം, ഒന്നെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെങ്കിൽ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മാറി നിന്നതാണ്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് BJP നോർത്ത് ഇന്ത്യയിൽ ഒളിച്ചിരിക്കും പോലെ. മനസ്സിലാക്കുക, ഒരു ക്യാമ്പില് ഭക്ഷണത്തിന് പോലും DYFI പ്രവർത്തകരാണ് കൊണ്ട് ഏൽപ്പിച്ചത്. കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ആ പരിസരത്ത് ചെന്നിട്ടില്ല എന്ന് അവര് പറഞ്ഞു.